ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ഏസ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സമയം ഒരു പുതിയ തുടക്കം തന്നെയാണ്. ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു പുതിയ തുടക്കമാണ് കാണാൻ കഴിയുന്നത്. ഇത് നിങ്ങളുടെ ആ ഒരു പാഷൻ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് വേണ്ടിയിട്ടൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിത്തുടങ്ങുന്ന ഒരു എനർജിയാണിത്. ചിലപ്പോൾ ഇത് ഒരു ജോബ് ഓഫർ ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നതാവാം, നിങ്ങൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങുന്നതാവാം. അപ്പോൾ എന്ത് കാര്യമാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് അത് നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ആ ഒരു തുടക്കം തീർച്ചയായിട്ടും ദൈവമായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കാം. ചിലപ്പോൾ അത് നിങ്ങളുടെ ഡ്രീം ജോബായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും ആഗ്രഹിച്ച ഒരു ജോലി, അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഓഫർ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഹാങ്ഡ് മാൻ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തെ വേറൊരു കാഴ്ചപ്പാടിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള പല സംഭവങ്ങളെക്കുറിച്ചുമുള്ള ചില സത്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതാണ്. ചില വ്യക്തികളുടെ യഥാർത്ഥ സ്വഭാവം എന്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പുതിയ തിരിച്ചറിവുകൾ വരുന്ന ഒരു സമയം കൂടിയാണ് ഇതെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതത്തെ വേറൊരു തലത്തിലൂടെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകൾക്ക് ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. മാത്രമല്ല ചില വ്യക്തികളോടുള്ള നിങ്ങളുടെ സമീപനത്തിന് ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ തീർത്തും നിങ്ങൾക്ക് വേറൊരു കാഴ്ചപ്പാടിലൂടെ ജീവിതത്തെ കാണാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് പെന്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമൃദ്ധി കൊണ്ടുവരുന്ന ഒരു സമയമാണ് ഇതെന്നുള്ളതാണ്. നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ആ ഒരു പ്രതിഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങൾ നിശ്ചയദാർഢ്യത്തോടു കൂടി ചെയ്ത കാര്യങ്ങൾക്കുള്ള ഫലമാണ് നിങ്ങളിലേക്ക് വരുന്നത്. പലതവണ ചിലപ്പോൾ നിങ്ങൾ ഇതിൽ തോറ്റുപോയതായിരിക്കാം, പക്ഷേ വീണ്ടും വീണ്ടും നിങ്ങളത് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാര്യത്തിന് ഈ സമയം അതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപക്ഷെ അത് ഫിസിക്കലായിട്ടുള്ളൊരു കാര്യം മാത്രമായിരിക്കില്ല, നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിനു വേണ്ടി ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പം അത്രയും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫലം നിങ്ങളിലേക്ക് ഈ ഒരു സമയം എത്തിത്തുടങ്ങുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സമയം ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും അതുപോലെ സെൽഫായിട്ടൊക്കെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനും എല്ലാം ഇവിടെ വളരെ സക്സസ് ആയിരിക്കും എന്നുള്ളതാണ്.
അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിലേക്ക് വളരെ വലിയൊരു സമൃദ്ധി വന്നു ചേരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചില കാര്യങ്ങൾ, അതായത് ഏറ്റവും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിട്ട് നിങ്ങൾ കരുതിയിരുന്ന ചില കാര്യങ്ങൾ, അതിൽ നിന്ന് നിങ്ങൾ ഒന്ന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി മുതൽ അത് നിങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ ഇവിടെ എടുക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇതിന് തൊട്ട് താഴെ വന്നിട്ടുള്ളത് കിങ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം ഇവിടെ എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ ഇവിടെ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്നതേയില്ല. കാരണം ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ അത്തരത്തിൽ ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്തത് കൊണ്ട് പല തീരുമാനങ്ങളും എടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടാവാം. പക്ഷേ ഇത് ചില ആൾക്കാർ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന ആളുകൾ, ചില വ്യക്തികൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്ന ആൾക്കാർ, നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് അതേ രീതിയിൽ ചിലപ്പോൾ തിരിച്ച് കിട്ടിയിട്ടുണ്ടാവില്ല. അതായത് ആ ഒരു സ്നേഹം, വിശ്വാസം, അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതിവിടെ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് ഈ ഒരു ഹാങ്ഡ്മാൻ്റെ എനർജി വന്നിട്ടുള്ളത്. നിങ്ങൾ അത്തരത്തിൽ പല കാര്യങ്ങളും, ചില സാഹചര്യങ്ങളെക്കുറിച്ച്, ചില വ്യക്തികളെക്കുറിച്ചൊക്കെ നിങ്ങൾ ഇവിടെ അതിൻ്റെ ആ ഒരു സത്യാവസ്ഥ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പല കാര്യങ്ങളും ഇവിടെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ഫുള്ളി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു മാറ്റം സംഭവിച്ച് നിങ്ങളിവിടെ പല കാര്യങ്ങളും വിട്ടുകളഞ്ഞ് നിങ്ങളിവിടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. ഇത് നിങ്ങൾ നേരിടേണ്ടി വന്ന പരിഗണനയില്ലായ്മയും അല്ലെങ്കിൽ വേദനകളും നിങ്ങൾക്കിനി അത് വേണ്ട എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങളിപ്പോൾ ആർക്കു മുന്നിലും നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എന്തു വന്നാലും അത് നിങ്ങളത് കണക്കാക്കുന്നില്ല. കാരണം ഈ ഒരു സമയം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി അത് നിങ്ങൾക്ക് മാത്രം നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വിശാലമായൊരു ലോകം ഉണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങളിവിടെ മുന്നോട്ട് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഒരു വലിയ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ്. ശരിക്കും നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളുള്ള ആ ഒരു സാഹചര്യം ചിലപ്പോൾ നിങ്ങൾക്ക് യാതൊരു വിലയും തരാത്ത ആളുകളുടെ കൂടെ ആയിരിക്കാം. പക്ഷേ ചില ആളുകൾ ഇവിടെ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകുന്ന സാഹചര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ മൂല്യം ലഭിക്കുന്നത് അവിടേക്ക് നിങ്ങൾക്ക് പോകാം. അങ്ങനെയുള്ള ആ ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങൾ പൈസയുടെ കാര്യത്തിലൊക്കെ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതൊക്കെ ഇവിടെ വർക്കാകുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു എനർജി അത് വളരെ ഹയർ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് പല വഴികളിലൂടെ പൈസ എത്തിച്ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു 6 ഓഫ് പെൻറ്റക്കിൾസും കൂടി വന്നപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സഹായം അത് നിങ്ങളിലേക്ക് തിരികെ എത്തുന്നതാവാം. ഇപ്പോൾ പൈസയ്ക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഒരു സഹായം ഈ ഒരു സമയം എത്തുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് അവസാനിക്കാൻ പോകുന്നു എന്നാണ്. നിങ്ങളുടെ ബാധ്യതകളൊക്കെ ഒന്ന് മാറി നിങ്ങൾ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ കാണുന്നത്. തീർച്ചയായിട്ടും ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസും 10 ഓഫ് പെൻറ്റക്കിൾസും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ആശ്വസിക്കാൻ പറ്റുന്ന കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു സമയം വരുമെന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിന്നും നല്ലൊരു പ്രോഫിറ്റ് നിങ്ങളിലേക്ക് വരുന്നതുമാകാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം അത് നിങ്ങൾക്ക് വേണ്ടത്ര കൈകാര്യം ചെയ്യാൻ ഈ സമയം സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള പൈസ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റാർക്കെങ്കിലും കൊടുക്കേണ്ട ഒരു പൈസയാകാം, അല്ലെങ്കിൽ
നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്ത പൈസ ചിലപ്പോൾ അതിന് കിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിട്ടുകളഞ്ഞ പൈസയാകാം അത് നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയാണ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻകം നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പലതരം പ്രയോറിറ്റികൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടാവാം. അപ്പോൾ ഇതൊന്നും ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറ്റാത്തത് കൊണ്ട് ഒരു നിരാശയൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. കാരണം ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ മണി ഇഷ്യൂസ് ഉണ്ടാകാം, നിങ്ങളുടെ ജോലി ഉണ്ടാകാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റാത്ത ഒരു അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ 2 സിറ്റുവേഷൻസ് അത് നിങ്ങൾക്ക് ഭംഗിയായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് എന്തോ ഒരു കാര്യം ഈ സമയം കിട്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് അത്തരത്തിൽ കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ അമ്മ വഴി നിന്നുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം, അതൊരു ഗിഫ്റ്റ് പോലെ നിങ്ങൾക്ക് കിട്ടിയ ഒരു എനർജിയാണ് ഇത്. പിന്നെ അത് ചിലപ്പോൾ ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ്സും ആയിരിക്കാം. അതായത് മരിച്ചുപോയ ഏതോ ഒരു ആൻസിസ്റ്റർ അവർ വഴി ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. അവർ വഴി ഒരു ബ്ലെസ്സിങ്സ് ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. ചിലപ്പോൾ അത് നിങ്ങളുടെ അമ്മയുടെ അമ്മയായിരിക്കാൻ സാധ്യതയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ അവർ ചെയ്തുകൊണ്ടിരുന്ന എന്തോ ഒരു കാര്യം അത് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യവും ഇവിടെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ആൻസിസ്റ്റേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ആ ഒരു ഹാർട്ട് ചക്രയൊക്കെ ഓപ്പൺ ആകുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ ഹാർട്ട് ചക്രയൊക്കെ ഹീലിംഗ് അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ കുറേ ആൾക്കാർക്കും ഒരു അവേക്കണിങ്ങിൻ്റെ സമയമാണെന്നുള്ളതാണ്. അപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ ആൾക്കാരും. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് അത്തരത്തിൽ പല തിരിച്ചറിവുകളും നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളെ പാസ്റ്റിൽ വേദനിപ്പിച്ച ആ ഒരു കാര്യം അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവ് അതും ഈ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആരെങ്കിലും വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം നിങ്ങൾ ചെയ്ത് അവരെ നിങ്ങളൊന്ന് സഹായിക്കുക. കാരണം ഇതിലൊരു കർമ്മ കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ മുന്നിൽ സഹായത്തിന് വരുന്ന ആളിനെ നിങ്ങൾക്ക് സഹായിക്കേണ്ട ഒരു കടമയുണ്ട് എന്നുള്ളതാണ്. അത് ക്യാഷ് കൊടുത്ത് സഹായിക്കേണ്ട കാര്യമായിരിക്കില്ല. അത് ഏത് തരത്തിലുമാകാം. ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും ഒരു ഗൈഡൻസിന് വേണ്ടി വരുന്നതാവാം, അല്ലെങ്കിൽ ഒരു അഡ്വൈസിന് വേണ്ടി വരുന്നതാവാം. അപ്പോൾ അങ്ങനെ ഏത് തരത്തിലുമാകാം. അപ്പോൾ അത് നിങ്ങൾ ഇവിടെ ഒഴിവാക്കാതിരിക്കുക. ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും ഒരു സഹായത്തിന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സഹായം പരമാവധി ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനൊരു സഹായം ചെയ്തു കൊടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളത് ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ ബുദ്ധി അനുസരിച്ച് ആ സാഹചര്യം അനുസരിച്ച് മാത്രം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. ചിലപ്പോൾ ഇത് ഈ ഒരു സമയം നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സഹായം ലഭിക്കുന്നതുമാകാം. ചിലപ്പോൾ പൈസക്കൊക്കെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലാകാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഗൈഡൻസ് വേണ്ട ആൾക്കാർക്ക് അത്തരത്തിലാകാം. മാത്രമല്ല ഇതിൽ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോയി അവിടെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു നല്ലൊരു വ്യക്തിയുടെ സഹായം നിങ്ങൾക്ക് ഈ സമയം കിട്ടാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഏത് വഴിയാണോ നിങ്ങൾക്കൊരു സഹായം വേണ്ടിയത് അത്തരത്തിലൊരു സഹായം ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ പ്രസൻസ് ഒക്കെ നിങ്ങൾക്ക് തോന്നാം ഈ ഒരു സമയം. കാരണം ഡിവൈനിൽ നിന്നും ഒരു ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിച്ചവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ലാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട്.
ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് 5 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ കുറേ ആൾക്കാരുമായിട്ട് ഒരു വാക്ക് തർക്കം അല്ലെങ്കിൽ അവരുമായിട്ട് ചില പ്രശ്നങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഈഗോ ക്ലാഷ് അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇത് ഒന്നുകിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ വീട്ടിലോ ഒക്കെ അങ്ങനെയൊക്കെയുള്ളൊരു വഴക്ക്, പിണക്കങ്ങൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾ നേരിടുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളത് വലിയ കാര്യമാക്കി എടുക്കേണ്ട എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇതൊരു നെഗറ്റീവാക്കി നിങ്ങൾ എടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. എന്തോ ഒരു കാര്യം നിങ്ങളെ അവിടെ പരീക്ഷിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ മുന്നിൽ കുറേ ഒബ്സ്റ്റിക്കിൾസ് വന്നാലും, ഇപ്പോൾ നിങ്ങളോട് മത്സരിക്കാൻ കുറേ ആളുകൾ ഉണ്ടായാൽ പോലും, നിങ്ങളുടെ വളർച്ചയ്ക്ക് എന്താണ് തടസ്സം നിൽക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ സമയം വളരെ ബ്രേവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വലിയ തടസ്സങ്ങൾ എന്തു വന്നാലും അത് നിങ്ങളെ കൊണ്ട് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത്. പിന്നെ ഇവിടെ കിങ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങളിവിടെ പ്രാക്ടിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇമോഷൻസിൻ്റെ പ്രാധാന്യം കുറച്ചുകൊണ്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്തത് കൊണ്ട് തോറ്റുപോകേണ്ടി വന്നിട്ടുണ്ടാവാം. ചില വ്യക്തികളോടുള്ള അറ്റാച്ച്മെൻറ്റ് കൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾ പറയാതെ പോയിട്ടുണ്ടാവാം. അതായത് അവരെ അത് വിഷമിപ്പിക്കുമോ, അല്ലെങ്കിൽ അവർക്കത് എന്ത് തോന്നും, നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത കൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് പറയാൻ പറ്റാതെ വന്നിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു സമയം കൃത്യമായിട്ട് നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ ഇവിടെ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ദൃഢനിശ്ചയം എടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ നിലപാടുകൾ അത് ഉറച്ച നിലപാടുകളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വഴി എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, എന്തെന്നാൽ ഈ വഴിയെ പോയാൽ എനിക്ക് ഒരു സക്സസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ചും ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, ഒരു ക്ലിയർ വിഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സമയം എന്താണ് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. അതായത് നിങ്ങളെടുത്ത തീരുമാനം നല്ലതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ സ്വയം ഒരു അഭിമാനമൊക്കെ തോന്നുന്ന സമയം കൂടിയാണ് ഇതെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. ഈ സമയം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല പല കാര്യങ്ങളും ചെയ്തു തീർക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ ഈ സമയം വരും. നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ചില സമയം നിങ്ങൾക്കൊരു റെസ്റ്റും ഇല്ലാതെ ജോലി ചെയ്യാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാം. ഇതിൽ പെട്ടെന്ന് തന്നെ ചില ആൾക്കാർ ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചില സമയം കുറച്ച് ലേസി ആയിരുന്നുവെങ്കിൽ, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചാൽ പോലും അത് ചെയ്യാൻ പറ്റാതെ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു യാത്രയൊക്കെ പോകണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ അപ്പം തന്നെ യാത്ര പോകും. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ചിലപ്പോൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ ഒരു സമയം ചെയ്തു തീർക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ശ്രമമെങ്കിലും നിങ്ങൾ നടത്തുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലൊക്കെ ഒരു പ്രണയം അത് നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുന്ന ഒരാളിനെ ഇവിടെ നിങ്ങൾ കണ്ടുമുട്ടാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലികളും അത് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാൻ സാധിക്കുമെന്നുള്ളതാണ്.
പിന്നെ ഇവിടെ 9 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും റിയലായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയമാണ്. ഇപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളൊക്കെ വരും. ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു മാജിക് പോലെ സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് നിങ്ങൾക്കിത്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെയും പ്രാർത്ഥനകളുടെയും ഒക്കെ ഒരു ഫലമായിട്ടായിരിക്കണം. അപ്പോൾ ഒരു ലക്കാണ്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക, നമ്മൾ ചെയ്ത കർമ്മഫലത്തിൽ വിശ്വസിക്കുക. മാത്രമല്ല ഈ സമയം നിങ്ങളെ രക്ഷിക്കാൻ ഒരാളുണ്ട് എന്നൊരു തോന്നലൊക്കെ വരും. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആളുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്ന അത്രയും ഒരു സന്തോഷം നിങ്ങൾക്ക് ഈ ഒരു സമയം ലഭിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു സന്തോഷം പുറത്ത് കാണിച്ചില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങൾക്ക് അത്രയും സന്തോഷം നൽകുന്ന എന്തോ ഒരു കാര്യം ഇവിടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പുറത്തെടുക്കാതിരുന്ന ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊരു എംപ്രസിൻ്റെ കൂടി എനർജിയാണ്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. നമ്മൾ ആരുടെയും സഹായമില്ലാതെ നമ്മളുടെ ആ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ജീവിക്കണം എന്നൊരു പ്രത്യാശയോടുകൂടി നമുക്ക് ആവശ്യമില്ലാത്ത നമ്മളെ നെഗറ്റീവ് ആക്കുന്ന ആ ഒരു കാര്യം മാത്രം നിങ്ങൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. മാത്രമല്ല ഇവിടെ നിങ്ങളോട് ഇഷ്ടമുള്ള വ്യക്തികൾ നിങ്ങളോട് അടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമാണ് ഇതിൽ കാണുന്നത്. ഇവിടെ ഒരു ടവർ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്രതീക്ഷിതമായ എന്തെങ്കിലും തകർച്ച അല്ലെങ്കിൽ ചില മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലാകാം. അപ്പോൾ അത് നിങ്ങളെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് കടക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ 6 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയും ഉണ്ട്. ഇതിലൊരു ട്രാവലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ചില ആൾക്കാർ ട്രാവൽ ചെയ്യാൻ പോകുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല നിങ്ങളിപ്പം ആയിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊരു ചേഞ്ചാണ്, ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് സാധിക്കുമെന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു യാത്ര പോകുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇത് നിങ്ങൾ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ച ഒരു യാത്രയാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കാത്തിരുന്ന ആ ഒരു യാത്ര, അത് നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡായിട്ട് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ പലതവണ ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ അത് നടക്കാതെ പോയിട്ടുണ്ടാവാം. എന്നാൽ ഈ സമയം നിങ്ങളത് റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ കുറേ ആൾക്കാർക്കും നിങ്ങൾ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകുന്ന ഒരു എനർജിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് മറ്റെവിടേക്കെങ്കിലും മാറി താമസിക്കാൻ നിങ്ങൾ പോകുന്നതുമാകാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്നും ഒരു ചേഞ്ചാണ് ഇവിടെ ഉള്ളത്. അത് ഒരു പുതിയ വീട്ടിലേക്കോ അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ഓഫീസിലേക്കോ ഒക്കെ പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇതിൽ കുറേ ആൾക്കാർ ഒരു തീർത്ഥാടന യാത്ര പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം ലഭിക്കുന്നിടത്ത് നിങ്ങൾ നടന്നെടുക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 4 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. ഇതിൽ കൂടുതൽ ആൾക്കാരും സ്പിരിച്വാലിറ്റിയിലേക്ക് അട്രാക്റ്റഡ് ആകുന്ന ഒരു എനർജിയാണ്. ഇതിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങണമെന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് വന്നേക്കാം. അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാവാം. അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വരുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. കുറേ ആൾക്കാർക്ക് പുതിയൊരു കാര്യം തുടങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു ഡിസിഷനൊക്കെ എടുക്കുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് നിങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട്, അതായത് വളരെ കാമായിട്ടുള്ളൊരു എനർജിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇതിൽ ഒരു മെഡിറ്റേഷനൊക്കെ കാണുന്നുണ്ട്. കുറേ ആൾക്കാർ ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ തീരുമാനിക്കുന്നതുമാകാം. ഒരുപാട് ക്ഷീണമൊക്കെ ഉള്ള ആളുകൾ ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. ഒരു പക്ഷേ ഇതിൽ പലരും ഒരു
മെഡിറ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതുമാകാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ചില ശാരീരിക അസ്വസ്ഥതകളൊക്കെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ റെസ്റ്റ് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലാത്ത ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണിത്. നിങ്ങൾക്ക് മിസ്സിംഗ് ആയ ഒരു പോയിന്റിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളിവിടെ ബോധേഡല്ലാതിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു മിസ്സിംഗ് ആയിട്ടുള്ള പോയിന്റിൽ തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരും. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. നമുക്കുള്ളതിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇല്ലാത്ത കാര്യത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാതിരിക്കുക. ചിലപ്പോൾ ഇത് കൂടുതലും റിലേഷൻഷിപ്പിലൊക്കെയുള്ള ചില ആൾക്കാരുമായിട്ട് കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായതിൻ്റെ പേരിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നതുമാകാം. അപ്പം അത്തരം ആൾക്കാരുടെ ഒരു എനർജി കാണുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി ശരിയായിരുന്നുവെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെ ആണ് എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളോട് സംസാരിച്ചിട്ടില്ല എന്ന് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ മിസ്ബിഹേവ് ചെയ്യുന്നതാണോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അങ്ങനെയല്ല, നിങ്ങളൊന്ന് ഇവിടെ ഉണർന്നെണീക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് അതിൽ ഒരുപാട് നിങ്ങൾ സന്തോഷിച്ചിരിക്കാനാണ് ഈ സമയം ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മാറ്റണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.